ഏറെ നാളത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പശ്ചിമേഷ്യയിൽ സമാധാനം യാഥാർത്ഥ്യമാകുമെന്ന ശക്തമായ സൂചനകൾ പുറത്തുവരുന്നുണ്ട്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു താൽക്കാലിക കരാറിന് തൊട്ടടുത്താണ് ഇറാനും അമേരിക്കയും എന്നാണ് ഇറാനിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ. പക്ഷേ പൂർണ്ണമായ ഒരു കരാറിലെത്താൻ ഇനിയും പല വിട്ടുവീഴ്ചകളും വേണ്ടിവരുമെന്നാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ ഉയരുന്ന ചോദ്യം ആത്യന്തികമായി ഈ കരാർ ആർക്കാണ് ഗുണം ചെയ്യുക എന്നതാണ്. കരാർ ഒപ്പിടുകയോ പ്രാബല്യത്തിൽ വരികയോ ചെയ്തിട്ടില്ല എങ്കിലും അധികം വൈകാതെ തന്നെ കരാർ യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. 2 മാസത്തിലധികമായി തുടരുന്ന യുദ്ധത്തിൽ ഏറ്റവും അധികം പ്രതിസന്ധി നേരിടുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ആശങ്ക ഒഴിയുന്നു എന്നതാകും ഈ കരാറിന്റെ ഏറ്റവും വലിയ നേട്ടം. അതിനുമപ്പുറം ഇറാൻ ആവശ്യപ്പെട്ട ഒരു തലത്തിലേക്ക് സമാധാന കരാറിനെ എത്തിക്കാനായി എന്നത് ഇറാൻ ഭരണകൂടത്തിന്റെ നേട്ടമാണ്. ഇറാന്റെ ആണവായുധ നിർമ്മാണ ശേഷി ഇല്ലാതാക്കാൻ സാധിച്ചുവെന്ന് അമേരിക്കയ്ക്കും അവകാശപ്പെടാം. ഇരുഭാഗത്തും കാര്യമായി വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടാണ് സമാധാന കരാറിലേക്ക് ഇറാനും അമേരിക്കയും അടുത്ത ചുവട് വെച്ചിരിക്കുന്നത്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട സുപ്രധാനമായ ഒരു നേട്ടം അല്ലെങ്കിൽ വരാനിരിക്കുന്ന മാറ്റം എന്നത് ഇനിയെങ്കിലും ഒരു ഇടവേളയ്ക്ക് ശേഷം മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാഷ്ട്രങ്ങൾ ഉറങ്ങുകയും ഉണരുകയും ചെയ്യുമെന്നതാണ്. അടഞ്ഞുകിടക്കുന്ന ഹോർമൂസ് തുറക്കാമെന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയം 3ാം രാഷ്ട്രത്തിന് കൈമാറാമെന്നും ഒരു ധാരണ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്, സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി. അങ്ങനെയെങ്കിൽ ഇറാന് മേലുള്ള വ്യാപാര സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കാമെന്ന് അമേരിക്കയും സമ്മതിച്ചു. കരാർ അന്തിമഘട്ടത്തിലാണ് എന്നും എത്രയും വേഗം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും എന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഇറാന്റെയും അമേരിക്കയുടെയും ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ചില മലക്കം മറിച്ചിലുകൾ അമേരിക്ക നടത്തിയെങ്കിലും കരാറിനെ ബാധിക്കില്ല എന്ന പ്രതീക്ഷയാണ് ലോകത്തിനുള്ളത്. 2 മാസത്തിലധികമായി ഏറെയും കുറഞ്ഞും തുടരുന്ന യുദ്ധം ലോകത്തെയാകെ മുൾമുനയിൽ നിർത്തി എന്ന് മാത്രമല്ല, ആഗോളപരമായി വലിയ സാമ്പത്തിക പ്രതിസന്ധിയും ഉണ്ടാക്കി. അതിൽ ഏറ്റവും പ്രധാനമാണ് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ തടഞ്ഞത്. ലോകത്തിന്റെ എണ്ണ നീക്കത്തിന്റെ 5-1 ഭാഗവും നടക്കുന്ന ഹോർമൂസ് അടച്ചത് ലോക വിപണിയിൽ ഉണ്ടാക്കിയ എണ്ണ പ്രതിസന്ധി അതിഭീകരമായിരുന്നു. ഇന്ത്യയിലടക്കം ക്രൂഡ് ഓയിലിനും പാചകവാതത്തിനും വൻതോതിൽ ക്ഷാമം അനുഭവപ്പെട്ടു. ക്ഷാമം വിലക്കയറ്റത്തിലേക്ക് നയിച്ചു. ഈ പ്രതിസന്ധി അയയുന്നു എന്ന് തന്നെയാണ് ഈ കരാറിന്റെ ഏറ്റവും വലിയ സവിശേഷത. യുദ്ധത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് ഹോർമൂസ് എത്തുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഹോർമൂസ് തുറന്നാൽ തന്നെയും ഇനി മേലിൽ ഇറാന് ടോൾ നൽകി മാത്രമേ കപ്പൽ ഗതാഗതം സാധ്യമാകൂ എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇക്കാര്യം ഇതുവരെയുള്ള ചർച്ചകളിൽ ഉയർന്നു വന്നിട്ടില്ല. തൽക്കാലം ടോളുകൾ ഇപ്പോൾ ആരംഭിക്കാൻ ഉദ്ദേശമില്ല എന്ന് US ഉന്നത ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ഇറാനുമേൽ പാശ്ചാത്യ സാമ്പത്തിക വ്യാപാര മേഖലകളിൽ US ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം പിൻവലിക്കാമെന്ന് ഏറെക്കുറെ അമേരിക്ക സമ്മതിച്ചതും ഇറാന് ഗുണമാണ്. സമാധാന ചർച്ചകളിലേക്ക് കടന്നപ്പോഴും യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോഴും എല്ലാം ഇറാൻ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉപരോധങ്ങൾ നീക്കണമെന്നതാണ്. ഇറാനിയൻ എണ്ണ പുറത്ത് പല രാഷ്ട്രങ്ങളിലും പ്രത്യേകിച്ച് പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ വിൽക്കുന്നതിനും അത് വാങ്ങുന്നതിന് ആ രാഷ്ട്രങ്ങൾക്കുമേലും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പിൻവലിക്കുന്നതിലൂടെ കൂടുതൽ രാജ്യങ്ങളിൽ ഇറാനിയൻ എണ്ണ വിൽപ്പന നടത്താൻ സാധിക്കും. കോടിക്കണക്കിന് രൂപയുടെ ഇറാനിയൻ സാമ്പത്തിക ആസ്തികൾ മരവിപ്പിച്ച നടപടിയും അമേരിക്ക റദ്ദാക്കും. മാത്രമല്ല, ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ വ്യാപാര നിരോധനം പിൻവലിച്ച് അന്താരാഷ്ട്ര വ്യാപാരത്തിനായി തുറമുഖങ്ങൾ തുറക്കുകയും ചെയ്യും. ഇത് ഇറാന്റെ തകർന്നുപോയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. അതുവഴി ഈ സമാധാന കരാർ ഇറാന് ഗുണം ചെയ്യും. പക്ഷേ കരാറിൽ എത്തണമെങ്കിൽ ആദ്യം അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ ആസ്തികൾ വിട്ടു നൽകണമെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാൻ ആണവായുധം വികസിപ്പിക്കില്ല എന്ന ഉറപ്പാണ് അമേരിക്കയ്ക്ക് ഈ കരാർ വഴി ലഭിക്കുന്നത്. അതായത് തങ്ങൾ ആവശ്യപ്പെട്ട സുപ്രധാന കരാറിലേക്ക് ഇറാൻ നടന്നെത്തുന്നു എന്നത് അമേരിക്കയ്ക്ക് സന്തോഷം പകരുന്ന കാര്യമാണ്. ആണവായുധം വികസിപ്പിക്കാൻ ആവശ്യമായത് എന്ന് കരുതുന്ന ഏറെക്കുറെ പൂർണ്ണമായും സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം കൈമാറാമെന്നാണ് ഇറാൻ സമ്മതിച്ചത് എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 440.9 കിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം 3ാം രാഷ്ട്രത്തിലേക്ക് മാറ്റാമെന്നാണ് ഇറാൻ പറയുന്നത്. മിക്കവാറും അത് റഷ്യയെ ഏൽപ്പിക്കാനായിരിക്കും ആലോചന. റഷ്യയാകട്ടെ ഇറാന്റെ അടുത്ത സുഹൃത്തും ആണവ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് റഷ്യ ഇറാനിൽ നിന്ന് യുറേനിയം വാങ്ങിയെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് അറിയുന്നു. തുടർ ചർച്ചകളിലായിരിക്കും യുറേനിയം വിട്ടുനൽകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഇതോടെ ആണവ വിഷയത്തിൽ ഒരു നയതന്ത്ര ചട്ടക്കൂട് രൂപപ്പെടുത്താൻ ഇടവരുത്തും. അതോടൊപ്പം ഒരു തന്ത്രപ്രധാനമായ ഭൗമരാഷ്ട്ര ഭീഷണി കൂടിയാണ് യുറേനിയം വിട്ടുകൊടുക്കുന്നതിലൂടെ ഇല്ലാതാക്കുന്നത്. ഇനി ആശ്വാസത്തിന്റെ നെടുവേർപ്പിടാൻ പോകുന്ന മറ്റൊരു കൂട്ടർ മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാഷ്ട്രങ്ങളാണ്.
യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ഇറാൻ നടത്തിവരുന്ന മിസൈൽ ആക്രമണങ്ങൾ അവസാനിക്കുന്നു എന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിലും മിഡിൽ ഈസ്റ്റിലും ഉണ്ടാക്കുന്ന ആശ്വാസം ചെറുതല്ല. ഇറാനും അമേരിക്കയുമായുള്ള യുദ്ധം അവസാനിക്കുന്നതോടെ ഇറാൻ ഗൾഫിലും നടത്തിവരുന്ന മിസൈൽ ആക്രമണങ്ങൾ അവസാനിക്കും. ഇത് പ്രാദേശിക യുദ്ധഭീതി ഇല്ലാതാക്കും. അയൽ രാജ്യങ്ങൾക്ക് പ്രയോജനം ലഭിക്കുകയും ചെയ്യും. അതോടൊപ്പം ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതോടെ എണ്ണ കയറ്റുമതി അടക്കം വ്യാപാര ഇടപാടുകൾ പുനരാരംഭിക്കാനും എളുപ്പത്തിലാക്കാനും സാധിക്കുമെന്നതും ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേട്ടമാണ്. യുദ്ധ സാഹചര്യം കണക്കിലെടുത്ത് എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ സംഘടനകളായ ഒപ്പക്കിലും ഒപ്പക് പ്ലസിലും നിന്ന് ഒഴിഞ്ഞ UAEക്ക് വലിയ സന്തോഷമാണ് പുതിയ സംഭവ വികാസങ്ങൾ. സംഘടനകളുടെ ഭാഗമായിരുന്നപ്പോൾ ഉൽപാദനം നിയന്ത്രിക്കേണ്ടി വന്നിരുന്നു. എണ്ണവില താഴാതെ നോക്കാൻ ഉൽപാദനം കൂടാതെ നോക്കണം എന്നതാണ് സംഘടനയുടെ നിലപാട്. UAEക്ക് പ്രതിദിനം 30 ലക്ഷം ബാരലാണ് ഒപ്പക് അനുവദിച്ചിരുന്നത്. 50 ലക്ഷം ബാരലാണ് UAEയുടെ ഉൽപാദന ശേഷി. സംഘടനയിൽ നിന്ന് ഇറങ്ങിയതോടെ സ്വതന്ത്രമായി എണ്ണ ഉൽപ്പാദിപ്പിച്ച് വിൽക്കാനാണ് UAEയുടെ തീരുമാനം. ഹോർമുസ് കടലിടുക്കിന് പുറത്തുള്ള ഫുജൈറ വഴി വ്യാപാരം തുടരുന്നുണ്ട് UAE. എന്നാൽ ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങൾ മാറുമ്പോൾ വലിയ തോതിൽ എണ്ണ വ്യാപാരം നടത്താൻ UAEക്ക് കഴിയും. കടലിടുക്കിനുള്ളിലുള്ള റിഫൈനറികളിൽ നിന്നുകൂടി കപ്പലുകൾ സഞ്ചരിച്ചു തുടങ്ങുന്നതോടെ ലോകത്ത് പലയിടത്തും എണ്ണ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് UAEക്ക്. കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ എന്നീ രാജ്യങ്ങൾക്ക് അവരുടെ എണ്ണ വിൽക്കാൻ ഹോർമുസ് മാത്രമാണ് മാർഗം. അതുകൊണ്ട് കടലിടുക്കിലെ നിയന്ത്രണം മാറുന്നത് അവർക്ക് ശ്വാസം തിരിച്ചു കിട്ടുന്നതിന് തുല്യമാണ്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ ആക്രമണം ആരംഭിച്ചപ്പോൾ മുതൽ ഇറാൻ മറുപടി ആക്രമണം നടത്തുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിലാണ്. ഇത് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയിരുന്നു. ഈ പ്രതിസന്ധിക്ക് കൂടിയാണ് സമാധാന കരാർ നിലവിൽ വരുന്നതോടെ പരിഹാരമാകാൻ പോകുന്നത്. ലെബനനിൽ ഇസ്രായേൽ തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതും കരാറിന്റെ ഭാഗമാണ്. മേഖലയിൽ മറ്റു രാജ്യങ്ങളിൽ ഇടപെടുന്നത് ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നും ഇറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മധ്യസ്ഥ രാഷ്ട്രങ്ങളായ പാകിസ്ഥാൻ, സൗദി അറേബ്യ, UAE, ഖത്തർ, തുർക്കിയ, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ, ഇസ്രായേൽ എന്നീ രാഷ്ട്രങ്ങളുമായി നടന്ന ചർച്ചകളാണ് ഒടുവിൽ അന്തിമ സമാധാന കരാറിലേക്ക് നയിക്കുന്നത് എന്നാണ് സൂചന. ഒരാഴ്ചയായി വെടിനിർത്തൽ ഉടൻ പ്രാബല്യത്തിലാകുമെന്ന് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ചില വിഷയങ്ങളിൽ തട്ടി ഇത് നീളുകയായിരുന്നു. ഇത്തവണ ഇവയിൽ കൂടി ധാരണ ഉണ്ടായതായാണ് സൂചന. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതടക്കം ഏകദേശം വിഷയങ്ങളിൽ ധാരണയിൽ എത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ചർച്ചകളിൽ ഗണ്യമായ പുരോഗതി ഉണ്ട് എന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പറയുന്നത്. ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രായേലും ചേർന്ന് ആരംഭിച്ച യുദ്ധത്തിന് ഏപ്രിൽ 7-ന് താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നുവെങ്കിലും സംഘർഷത്തിൽ അയവുണ്ടായിരുന്നില്ല. ഹോർമുസ് ഇറാൻ അടച്ചിടുകയും ലെബനനിൽ ഇസ്രായേൽ കുരുതി തുടരുകയും ചെയ്തതോടെ ലോകമെങ്ങും യുദ്ധത്തിന്റെ ആഘാതം രൂക്ഷമായി ബാധിച്ചു. താൽക്കാലിക വെടിനിർത്തലിന് പിന്നാലെയും നിരന്തരം ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്ന പ്രസ്താവനകളാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടിരുന്നത്. ചർച്ച നടത്തും, കരാർ ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു, കരാർ ഒപ്പിടാനുള്ള ഇറാന്റെ സമയം അവസാനിച്ചു, യുദ്ധം പുനരാരംഭിക്കുന്നു എന്നിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ട്രംപ്. ഒടുവിൽ പറഞ്ഞ് അന്തിമ കരാർ യാഥാർത്ഥ്യമാകുകയാണ്. ഇനി അത് എപ്പോൾ എന്ന് മാത്രം കാത്തിരുന്ന് കാണാം. അതോ ഇനിയൊരു അട്ടിമറി ഉണ്ടാകുമോ എന്നതും കാത്തിരുന്ന് കാണാം.